കാക്ക ക്രോ. കാക്ക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടെ മലപ്പുറത്ത് രണ്ട് രീതിയിലാണ് പറയൽ. ഒന്ന് ബലിക്കാക്ക ഉണ്ട്, അതുപോലെ സാധാരണ നാടൻ കാക്ക ഉണ്ട്. ബലിക്കാക്ക കുറച്ചുകൂടി വലിപ്പമുള്ളതാവും. അതിൻ്റെ കഴുത്തിൻ്റെ സ്ഥലത്തൊക്കെ ആഷ് കളറൊന്നും കാണൂല, ഫുൾ ബ്ലാക്ക് ആയിരിക്കും. സാധാരണ കാക്കേൻ്റെ അടുത്ത് സാധാരണ ഒരു ആഷ് കളർ കാണും. പിന്നെ അത് കടൽക്കാക്ക എന്ന് പറയണവരുണ്ട് കേട്ടോ അവിടെ, ചില കുറച്ച് ഇപ്പുറത്തൊക്കെ ആയിട്ടേ. ഞാൻ ബലിക്കാക്കി സാധാരണ കാക്കി എന്നാ പറയലേ. എൻ്റെ ചിന്ത അതൊന്നുമല്ല. ഇവരെങ്ങനെയാണ് നമ്മളെ വീട്ടിൽ ചിക്കന്, സൽക്കാരം, കല്യാണം, വിരുന്ന്, എന്തൊരു നോൺ വെജ് ഐറ്റം കൊണ്ടുവരുന്ന സമയത്തും ഇവരെങ്ങനെ ഇത് അറിയണത്? അതുപോലെ തന്നെ ഒരു എലിയൊക്കെ ചെത്തെടുക്കണ കണ്ടാൽ ഇവരെങ്ങനെ ഈ കാര്യം അറിയണത്? എന്നിട്ട് ഒറ്റയ്ക്ക് വന്നിട്ടല്ലല്ലോ തിന്നണത്, ഇവരും കൂടി വിളിച്ച് വരുത്തി തിന്നുകയാണല്ലോ. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അടുത്ത് നിന്നപ്പോൾ ഞാൻ അമ്മായിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, എങ്ങനെയല്ലേ ഇതൊക്കെ അറിയണത് എന്നൊക്കെ ചോദിച്ചു. ആ കാക്കയ്ക്ക് നല്ല ഒരുമയാണ്, ഇവർ വേഗം എല്ലാം ഇവരെ കൂട്ടക്കാരൊക്കെ വിളിച്ച് കുടുംബക്കാരൊക്കെ വിളിച്ചിട്ടാണ് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പല്ലേച്ചിങ്ങ് നിന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നട്ടാ, അല്ല ഈ കാക്ക എന്തിനാ അപ്പം എല്ലാവരും വിളിച്ച് തിന്നേണ്ട ആവശ്യം? സത്യം പറഞ്ഞാൽ ഇവരിപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു കഷ്ണം എടുത്ത് ആദ്യം തിന്നോ, എന്നിട്ട് അതിൻ്റെ ബാക്കി ഞാൻ കഴിച്ചോളാം, അങ്ങനെയല്ലല്ലോ പറയണത്. ഇവരിങ്ങോട്ട് ഒരു കഷ്ണം ആ ഫസ്റ്റത്തെ ആളെടുത്താലും രണ്ടാമത്തെ കഷ്ണം ചിലപ്പോൾ മറ്റേ ആളെ എടുക്കാൻ സമ്മതിക്കണില്ല. പക്ഷേ പെട്ടെന്ന് കൊത്തിപ്പറിച്ച് എടുത്ത ആളെന്നെ പിന്നെ പിന്നെ തിന്നണം. അപ്പം അങ്ങനത്തെ ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ മത്സരം നടക്കുമ്പോൾ ഇവരിപ്പോൾ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഇവിടെ പരിപാടി ഉണ്ട് അങ്ങോട്ട് വാ എന്ന് വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പം എൻ്റെ ഉള്ളിൽ തോന്നിയൊരു കാര്യം കേട്ടോ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഈ കാക്കയ്ക്ക് ഇങ്ങനെ മരത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരു കാക്കയ്ക്ക് മനസ്സിലാവുകയാണ് എന്തോ ഒരു സ്മെല്ലോ ഇതൊക്കെ മനസ്സിലായിട്ട് അവിടെ ഒരു സംഭവം ഉണ്ട് എന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുക ഈ കാക്കയ്ക്ക് നമുക്ക് ചില ഹോർമോൺസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവർക്കും അതുപോലൊരു ഹോർമോണ് വരുമോ? ഉള്ളതെന്ന് കുറച്ചും കൂടി സൗണ്ടൊക്കെ കൂട്ടി അങ്ങനെ ഒരു സംഭവം ഹോർമോണൽ ചേഞ്ച് വരിക. അപ്പോൾ ആ ചേഞ്ച് വരുമ്പോൾ അറിയാണ്ട് സൗണ്ട് വരുമോ? അപ്പോൾ പിന്നെ അടുത്ത കാക്കയ്ക്ക് മനസ്സിലാവുകയും ഇങ്ങനൊരു സംഭവമാണ്. അല്ലാതെ ഇവർക്ക് ആ ഒരുമ ഉണ്ടായിട്ടൊന്നുമല്ല. ഒരുമ ഉണ്ടെങ്കിൽ അത് തിന്നിനോടത്ത് കാണണ്ടേ അല്ലേ? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. വല്ല തെറ്റുണ്ടോ? സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവരും പറയൂ കേട്ടോ.